എബി എൻ്റെ കർത്താവേ, എന്നെ അങ്ങോട്ടേക്കെടുത്തോ, ഞാൻ ദാ വരുന്നു എന്ന് മനസ്സിലായി പറഞ്ഞു. എന്നാൽ ആമി ജാങ്കോ ഞാൻ പെട്ടു എന്ന എക്സ്പ്രഷൻ ഇട്ടു. ആമി വേഗം എബിയുടെ കൈയൊടിയിക്കാൻ നോക്കി. എബി അവളെ കൂർപ്പിച്ചൊന്ന് നോക്കി. ആമി ഡീസൻ്റ് ആക്. ഡീ ചാകാനാണേലും ജീവിക്കാനാണേലും ഒരുമിച്ച്, കേട്ടല്ലോ. എബി നേരെ നിവർന്നു നിന്നു. എങ്കിലും എബിയുടെ കാലുകൾ തമ്മിൽ ചെറുതായി കൂട്ടിമുട്ടുന്നുണ്ട്. ഏത് അത് തന്നെ, പേടിച്ചിട്ട്. എബി മനസ്സിലായി, ഇതെന്നതാ, ഫാമിലി ഗെറ്റുഗതർ വല്ലതുമുണ്ടോ? എബിയുടെ നേരെ സെറ്റ് ചെയ്തിട്ടുള്ള സോഫയിലായിരിക്കുന്ന ജോസഫ് കുര്യൻ, എൻ്റെ സ്വന്തം പപ്പ, അടുത്തായിരുന്നു തന്നെ തുറച്ചു നോക്കുന്ന ഞാനെന്ന പ്രോഡക്റ്റിൻ്റെ ഒരേ ഒരു അവകാശിയായ മേരി കുര്യൻ, എൻ്റെ അമ്മച്ചി. വലതുവശത്തെ സോഫയിലായിരിക്കുന്ന ദേവിക വർമ്മ, ആമിയുടെ അമ്മ. എബി മനസ്സിലായി പറഞ്ഞു. അടിപൊളി. ആമി ചരിഞ്ഞു വന്ന് എബിയോടെ പറഞ്ഞു. ഡാ നിൻ്റെ ഒരു നാവ് പറഞ്ഞകത്തേക്കിട്ടില്ല, അതിനു മുന്നേ എന്തോന്നടേ ഇത്, ഇറങ്ങി ഓടിയാലോ? ഡീ നീയൊന്ന് മിണ്ടാതെ നിൽക്കാൻ അല്ലേ ഞാൻ പറഞ്ഞേ. എബി അണപ്പല്ലി ഞെരിച്ചു. എബി അപ്പോഴും തൻ്റെ പപ്പയെ സ്കാനിങ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ആമി ഡാ നീ ഇതെന്നതാ പപ്പയെ ഇങ്ങനെ നോക്കുന്നേ? ഡീ നിനക്കെൻ്റെ പപ്പയെ നല്ലപോലെ അറിയില്ല. പപ്പയുടെ കയ്യിൽ ഗണ്ണുണ്ടോ എന്ന് നോക്കിയത്. അയാൾക്ക് വട്ട ചോദ്യവും പറച്ചിലും ഒന്നുമില്ല, നേരെ പൊട്ടിക്കും. ഡി ആമി വേഗം നീ ധ്രുവനെ വിളിക്ക്, അല്ലേ നീ കിട്ടുന്നതിന് മുന്നേ വിധവയാകും. മോളെ. എബിയുടെ പറച്ചിലും എക്സ്പ്രഷനും കണ്ടിട്ട് ആമി എബിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ധൈര്യമില്ലെങ്കിൽ പ്രേമിക്കാൻ പോകല്ലായിരുന്നു. അത് കേട്ടതും എബി ചിണുങ്ങിക്കൊണ്ട് ആമി എന്ന് വിളിച്ചു. കുര്യൻ രണ്ടാളുടെയും ചെവികൾ നോക്കി നിന്നു. കുര്യൻ ഒന്ന് മുരളനക്കി. എബി പേടിച്ച് ആമിയുടെ കൈകൾ മുറുകെ പിടിച്ചു. അവൾക്ക് ചെറുതായി പേടിയായി തുടങ്ങി. അവരുടെ രണ്ടാളുടെയും നിൽപ്പ് കണ്ടിട്ടെന്നോണം അയാൾ പറഞ്ഞു. രണ്ടാൾക്കും ഇവിടെ ഇരിക്കാം. മത്തായിച്ച. അയാൾ ബഹുമാനപൂർവ്വം ജോസഫിൻ്റെ അടുത്തേക്ക് വന്നു. പറയൂ സാർ. മത്തായി മറുപടി കൊടുത്തു. ജോസഫ് തുടർന്നു. ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്, തലചുറ്റി വീഴണ്ട. അത് എബിയെ ഉദ്ദേശിച്ചു പറഞ്ഞതാണ് കുര്യൻ. എബി അവൻ്റെ പപ്പയെ നോക്കി. സോഫയിൽ ഇരുന്നില്ല എന്ന പോലെ ഇരുന്നു. ആമി അവനോടെ പറഞ്ഞു. ഡാ ഇത് എന്നതാ കാണിക്കുന്നേ, നേരെ ഇരിക്കേ. അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. ഒന്ന് പോടി. ഞങ്ങൾ 4 എണ്ണം, അതായത് ഞാനും എൻ്റെ ഇച്ചായമാർക്കും ദാ ആ മനുഷ്യൻ്റെ നേരെ നിൽക്കാൻ പേടിയാ. പിന്നല്ലേ മുന്നിലിരിക്കുന്നത്. ഇത് ആണോ നീ പറഞ്ഞത് പപ്പയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന്? ആമി ചോദിച്ചു. എബി പറഞ്ഞു. അത് ഞാൻ കാര്യമായി തന്നെ പറഞ്ഞതാ. അതിൻ്റെ ആക്ഷൻ ആൻഡ് റിയാക്ഷനാണ് മോള് ലൈവായി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എബി അത് പറഞ്ഞതും ആമി നീട്ടി എബിന്നൊന്ന് വിളിച്ചു. എബി വേഗം ആമിയുടെ വാ പൊത്തി. ഈ കുരിപ്പ് എന്നെ ഇപ്പോഴേ ഉടലോടെ സ്വർഗത്തിലേക്ക് അയക്കുമെന്നാ തോന്നുന്നേ. രണ്ടുപേരും പരസ്പരം ചെവി കടിച്ചു തന്നത് മതി. ഡാ എബി. കുര്യൻ്റെ ഗാംഭീര്യമാർന്ന സ്വരം അവിടെയായി ഉയർന്നു. എബി സോഫയിൽ നിന്നും ചാടി എണീറ്റു. ആ പപ്പ, നിനക്ക് ഇവളെ തന്നെ കെട്ടണോ? അവൻ വേണമെന്ന് തല ചലിപ്പിച്ചു. തല കുനിച്ചു നിന്നു. ഡാ മുഖത്തേക്ക് നോക്കടാ. അത് കേട്ടതും എബി തല പയ്യെ ഉയർത്തി കുര്യനെ നോക്കി. എന്തേ എൻ്റെ മോൻ പ്രേമിക്കാൻ പോയപ്പോൾ കാണിച്ച ധൈര്യം ഇപ്പോൾ ഇല്ലാത്തേ? ആണുങ്ങളെപ്പോലെ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാൻ പഠിക്ക്. ഒന്നുമില്ലേൽ സ്വന്തമായൊരു ഓഫീസും അതിൻ്റെ MD-യുമായി അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ. നിന്നോട് ഞാൻ പിന്നെ സംസാരിക്കാം, നീ ഇങ്ങോട്ട് മാറി നിൽക്ക്, കുര്യൻ എബിയോടായി പറഞ്ഞു. ആമി കൊച്ചൊന്ന് ഇങ്ങോട്ട് നീങ്ങി നിന്നേ, ഞാൻ ശരിക്കും ഒന്ന് കാണട്ടെ. അതും പറഞ്ഞ് മേരി അവളെ കുര്യൻ്റെ നേരെ നിർത്തി. അവൾക്ക് ചെറുതായി ഭയം തോന്നി തുടങ്ങി. അവൾ എബിയെ ഒന്ന് പാടെ നോക്കി. അവൻ എന്തൊക്കെയോ പറഞ്ഞ് കുരിശു വരയ്ക്കുന്നുണ്ട്, കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു. മേരി അവളുടെ കയ്യിലെ ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു വള കയ്യിലായി എടുത്തു. ദേവികയുടെ മുഖത്ത് നോക്കി ദേവികയോടായി പറഞ്ഞു. ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങളിങ്ങ് എടുക്കുക കേട്ടോ. അതും പറഞ്ഞ് അവർ ആമിയുടെ കയ്യിലായി ആ വള അണിയിച്ചു. എബിക്ക് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവൻ്റെ പപ്പയെ അവൻ ഇറുകെ പുണർന്നു. സോറി പപ്പ ആൻഡ് താങ്ക് യു പപ്പ. അത് പറയുമ്പോഴും എബിയുടെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവൻ ദേവികയുടെ മുന്നിലേക്ക് കയറി നിന്നു. അവരുടെ കയ്യിലായി പിടിച്ചു. പറഞ്ഞു. അമ്മ എന്നോട് മാപ്പാക്കണം കേട്ടോ. അമ്മയുടെ മോളെ ഞാൻ വേദനിപ്പിക്കില്ല. എനിക്ക് ജീവനുള്ള കാലം വരെ അവളെ ഞാൻ പട്ടിണി കിടത്തില്ല. അവൾ ഞാൻ കാരണം വേദനിക്കുകയുമില്ല. അതിനുള്ള ഒരവസരവും എന്നിൽ നിന്നും ഉണ്ടാകില്ല. എബി ദേവിയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. അനുഗ്രഹം വാങ്ങി. ആ ഒരു നിമിഷം എബിയെ ഓർത്ത് കുര്യനും മരിയയ്ക്കും അഭിമാനം തോന്നി. അവരുടെ കണ്ണുകളും ഈറനണിഞ്ഞു.
വീടിൻ്റെ പുറത്ത് നട്ടു വളർത്തിയിട്ടുള്ള ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയാണ് വൈഗ. അപ്പോഴാണ് വിഷ്ണുവിൻ്റെ ബൈക്ക് അവിടേക്ക് വന്നത്. വൈഗയെ കണ്ടതും അവൻ ആർത്തിയോടെ അവളാകെ മൊത്തത്തിലും നോക്കി. പെണ്ണൊന്ന് ഗ്ലാമർ ആയിട്ടുണ്ട്. അവൻ കൂളിംഗ് ഗ്ലാസ്സിനിട്ടതുകൊണ്ട് വൈഗ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. എന്നാൽ അവളുടെ ശ്രദ്ധ മുഴുവൻ പിറകിലിരിക്കുന്ന പെൺകുട്ടിയിലായിരുന്നു. വൈഗ മനസ്സിലായി പറഞ്ഞു, ആരാ ഇപ്പം ഇത്? ഈ വായി നോക്കിയിട്ട് പുറകെ കയറി വരാൻ മാത്രം? എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. അപ്പോൾ തന്നെ ബൈക്കിൽ നിന്നും ഇറങ്ങിയ കീർത്തനയെ കണ്ട് വൈഗ ഞെട്ടി. തിരിഞ്ഞു നോക്കിയ കീർത്തന വൈഗയെ മുന്നിൽ കണ്ടപാടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഇത് അവളല്ലേ കീർത്തന? അവളെന്താ ഇവിടെ? കീർത്തന വേഗം വിഷ്ണുവിനോടായി ചോദിച്ചു. വിച്ചു, ഇവളെന്താ ഇവിടെ? അത് കേട്ടതും വിഷ്ണു മറുപടി പറഞ്ഞു, അതല്ലേ വൈഗ, വൈഭവിൻ്റെ വൈഗ, അവൻ്റെ മുറപ്പെണ്ണ്. അവളെയല്ലേ അവൻ കെട്ടാൻ പോകുന്നത്. അത് കേട്ടതും കീർത്തനയുടെ മനസ്സ് കുറേ മാസങ്ങൾക്ക് പിറകിലേക്ക് സഞ്ചരിച്ചു. ഇവൾക്ക് വേണ്ടിയാണ് വൈഭവ് അന്ന് തന്നെ തല്ലിയത്. അവളുടെ ഓർമ്മയിലേക്ക് വന്നതും ഓ, അത് ഇവളായിരുന്നു അല്ലേ? അവളുടെ കണ്ണിൽ വൈഗയെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള പകയെരിഞ്ഞു. പെട്ടെന്നാണ് അവിടേക്ക് പ്രമീള വരുന്നത്. വിഷ്ണുവിൻ്റെ കൂടെ നിൽക്കുന്ന മോഡേണായിട്ടുള്ള കീർത്തനയെ കണ്ടതും പ്രമീളയുടെ കണ്ണുകൾ തിളങ്ങി. അവർ മനസ്സിലായി പറഞ്ഞു, അതേതോ പണമുള്ള വീട്ടിലെ കുട്ടിയെപ്പോലെ തോന്നുന്നുണ്ട്. അവർ വേഗം വിഷ്ണുവിനോടായി ചോദിച്ചു, ഏതാടാ ഈ മോള്? കണ്ടിട്ട് നല്ല കുടുംബത്തിലെ കൊച്ചിനെ പോലെ ഉണ്ടല്ലോ. പ്രമീളയുടെ ആ പറച്ചിൽ കീർത്തനയ്ക്കങ്ങ് സൂചിച്ചു. കയറി വാ മോളെ, പ്രമീള പറഞ്ഞു. പോകുന്ന പോക്കിൽ പ്രമീള വൈഗയെ ഒരു വശത്തേക്ക് തള്ളി മാറ്റി മുന്നിലേക്ക് നടന്നു. തിരിഞ്ഞ് പ്രമീള വൈഗയോടായി പറഞ്ഞു, ഡി, പോയി മോൾക്ക് കുടിക്കാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വാ. അത് കേട്ടതും കീർത്തന പ്രമീളെ ആൻറ്റി എന്ന് വിളിച്ച് കയ്യിലെടുത്തു. വിഷ്ണു മനസ്സിലായി പറഞ്ഞു, ഈ തള്ളയ്ക്ക് ഒരു മാറ്റവുമില്ലല്ലോ. ഇതാ പറയുന്നത് അപ്പോൾ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുമെന്ന്. അവർ രണ്ടാളും അകത്തേക്ക് കയറിയതും വിഷ്ണുവിന് കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നും പറഞ്ഞ് അവൻ വെള്ളം കുടിക്കാൻ പോകുന്ന പോലെ കിച്ചൺ ലക്ഷ്യം വെച്ച് നടന്നു. അവൻ്റെ മനസ്സിൽ വൈകിയായിരുന്നു.